ശ്രീ ആദികേശവൻ, ബാങ്കിംഗ് മേഖലയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല. എങ്കിലും ഈ ബഡ്ജറ്റ് ബാങ്കിംഗ് മേഖലയെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ബാങ്കിംഗ് മേഖലയ്ക്ക് കൂടി ബാധകമായിട്ടുള്ളതാണ്. അപ്പോൾ സൂക്ഷ്മ ചെറുകിട ഇടത്തരം യൂണിറ്റുകൾക്ക് വേണ്ടി തിരിച്ചടവ് ശരിയായിട്ട് നടത്തിയിട്ടുള്ള കാറ്റഗറിയിൽപ്പെട്ട മുദ്രാ ലോൺ ബോറോവേഴ്സിന് 10 ലക്ഷം എന്നുള്ളത് 20 ലക്ഷമാക്കുകയും അതേപോലെ തന്നെ തിരിച്ചടവിന്റെ ബാധ്യത നിറവേറ്റാൻ പറ്റാതെ സ്ട്രെസ് അല്ലെങ്കിൽ തിരിച്ചടവിനുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന യൂണിറ്റുകൾക്ക് പ്രത്യേക ഗ്യാരണ്ടി ട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വായ്പ കൊടുക്കാനുള്ള ഒരു പദ്ധതി. പിന്നെ MSME യൂണിറ്റ്സിന് 100 കോടി വരെ ദീർഘകാല വായ്പ ലഭ്യമാക്കാനുള്ള പ്രത്യേക ഒരു ഗ്യാരണ്ടി ട്രസ്റ്റിന്റെ അനൗൺസ്മെന്റ്. പിന്നെ എന്താണ് ട്രെഡ്സിന്റെ, അതായത് 500 കോടി വരെ വിറ്റുവരവുള്ള കമ്പനികൾക്ക് ട്രെഡ്സിന്റെ പ്ലാറ്റ്ഫോമിൽ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ആ ഒരു നിബന്ധന 250 കോടിയായിട്ട് കുറച്ചത് കൊണ്ട് കുറെ നമ്പറുകൾ ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇത്രയധികം കമ്പനികൾ ഈ പരിധിയിൽ വരും, അത് MSMEക്ക് ആക്കം കൂട്ടും എന്നുള്ള പ്രഖ്യാപനമുണ്ട്. അപ്പൊ ഇതെല്ലാം ബാങ്കിങ് മേഖലയ്ക്ക് പോസിറ്റീവായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. പിന്നെ ബാങ്കിങ് മേഖലയ്ക്ക് പ്രത്യേകിച്ച് നമ്മളൊന്നും പ്രതീക്ഷിച്ചതുമില്ല, എക്സെപ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ നമ്മുടെ ഇതില്ലേ ഇൻകം ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് ഇൻകം ബാങ്കിങ് മേഖലയുടെ ഒരു ആവശ്യം പോലെ ഉണ്ടായിരുന്നു. അത് കുറയ്ക്കണം എന്നുള്ളത്. കാരണം മ്യൂച്വൽ ഫണ്ടിലേക്കൊക്കെ ഒഴുക്ക് കൂടിയത് കൊണ്ട് നിക്ഷേപത്തിന്റെ തോത് അല്ലെങ്കിൽ നിക്ഷേപത്തിന്റെ വളർച്ച കാര്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിക്ഷേപത്തിന് പലിശയുടെ പുറത്തുള്ള ടാക്സ് നികുതി കുറയ്ക്കണം എന്നുള്ള ഒരു ആവശ്യം ബാങ്കിങ് മേഖലയ്ക്ക് ഉണ്ടായിരുന്നു. അതിന് വലിയ ഒരു നീക്കം അല്ലെങ്കിൽ മാറ്റം വന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പൊ മൊത്തത്തിൽ MSME സെക്ടറിനുള്ള ഈ മാറ്റം ബാങ്കിങ് മേഖലയ്ക്ക് പോസിറ്റീവാണ്. കാരണം ചെറുകിട യൂണിറ്റുകൾക്ക് കുറച്ചുകൂടി വിപുലമായിട്ട് വായ്പ കൊടുക്കാൻ സാധിക്കും. അഥവാ സ്ട്രെസ് ഉണ്ടെങ്കിൽ, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. തിരിച്ചടവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അധിക വായ്പ കൊടുക്കാനായിട്ടുള്ള ഒരു പദ്ധതിക്ക് ഗവൺമെന്റിന്റെ തന്നെ ഒരു ഗ്യാരണ്ടിയോടുകൂടി ഒരു സ്കീം കൊണ്ടുവരാനായിട്ടുള്ള അനൗൺസ്മെന്റ്. അതായത് ഇതില് ഒരു തുടർച്ച കാണാം. നമ്മുടെ നേരത്തെ NDA ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ബഡ്ജറ്റിന്റെ തുടർച്ചയായിട്ടാണ് ഈ ബഡ്ജറ്റിലുള്ള പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളത്. കഴിഞ്ഞ 2-3 വർഷത്തെ പ്രഖ്യാപനങ്ങളുടെ ഫലമായിട്ടാണ് എൻ്റെ വിശ്വാസം നല്ല രീതിയിലുള്ള വളർച്ച സമ്പദ്ഘടനയ്ക്ക് കൈവരിക്കുവാൻ സാധിച്ചത്. 2023-24 കാലഘട്ടത്തിലെ 8.2% വളർച്ച സമ്പദ്ഘടനയ്ക്ക് കൈവരിക്കുവാൻ സാധിച്ചു. അതിന് മുമ്പിലത്തെ വർഷം 7%, അതിന് മുമ്പിലത്തെ വർഷം 9.7% എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കും കോവിഡിന്റെ കാലത്ത് താഴെ പോയിട്ടുള്ള ഒരു വളർച്ചാ നിരക്കായതുകൊണ്ട് അത് കൂടി നിൽക്കുന്നതിൽ നമുക്ക് അതിശയിക്കാനില്ല. പക്ഷെ എന്നാലും കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ശക്തമായ വളർച്ച കൈവരിക്കുന്ന വലിയ രാജ്യങ്ങളിൽപ്പെട്ട ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്കുള്ള ഒരു രാജ്യം എന്നുള്ള പേര് സമ്പാദിക്കാനായിട്ട് സർക്കാരിന്റെ പൊതുവെയുള്ള നയങ്ങൾ അതിന് സാധ്യമാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രൂഫ് എന്ന് പറയുന്നത് നമ്മുടെ വർദ്ധിച്ചു വരുന്ന നികുതി പിരിവ്. കഴിഞ്ഞ വർഷത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഈ ഇടയ്ക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള ബഡ്ജറ്റിന്റെ പ്രൊജക്ഷൻസ് ഒന്നും സാധാരണ നികുതി വിഭവ സമാഹരണത്തിൽ പ്രതിഫലിച്ച് കാണാറില്ല. പക്ഷെ കഴിഞ്ഞ വർഷത്തെ നികുതി വരുമാനം പ്രതീക്ഷിച്ചതിലും 25,000-30,000 കോടി കൂടി നിൽക്കുന്നു 23-24. 24-25 നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ററിം ബഡ്ജറ്റില് മൊത്തത്തില് ടാക്സ് പിരിവ് ഉദ്ദേശിച്ചത് ഡയറക്റ്റ് ടാക്സസ് 22 ലക്ഷം കോടിയാണ്. കോർപ്പറേറ്റ് ടാക്സും പേഴ്സണൽ ഇൻകം ടാക്സും കൂടിയിട്ട് ആ 22 ലക്ഷം കോടിയിൽ ജൂലൈ 11 ആയപ്പോഴത്തേക്കും 5,70,75,000 കോടി, ഏകദേശം 25% വിഭവ സമാഹരണം നടത്താൻ സാധിച്ചു. ഇത് തെളിവാക്കുന്നത് പ്രതീക്ഷിച്ച രീതിയിലുള്ള വളർച്ച ശരിക്കും സമ്പദ്ഘടനയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ വളർച്ചയ്ക്ക് ഉതകുന്ന, ആ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന, വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികളുടെ ഒരു തുടർച്ചയായിട്ടാണ്
നമുക്ക് മിക്കവാറും പ്രഖ്യാപനങ്ങളെ കാണുവാൻ സാധിക്കും. കുറച്ചുകൂടി ചെയ്യാമായിരുന്നു, അതിലൊന്നും സംശയമൊന്നുമില്ല. ഇപ്പൊ PM കിസാൻ സ്കീം ഞാനൊക്കെ പ്രതീക്ഷിച്ചത് 2019 മുതൽ 6,000 രൂപ വാർഷികം കർഷകർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണല്ലോ. അതില് കഴിഞ്ഞ ഇന്റർവ്യൂ ബഡ്ജറ്റ് സമയത്ത് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചു അതൊന്ന് ഉയർത്തിയിട്ട് 7,000-ഓ 8,000-ഓ ഒക്കെ ആക്കും. ഇപ്രാവശ്യം അത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം റിസർവ് ബാങ്കിന്റെ ഡിവിഡൻഡ് പേയ്മെന്റ് കഴിഞ്ഞ വർഷത്തെക്കാൾ 1,10,000 1,20,000 കോടി രൂപ അധിക വരുമാനം സർക്കാരിന്റെ ഖജനാവിലേക്ക് വരികയുണ്ടായി. അപ്പൊ ആ ഒരു പ്രതീക്ഷിച്ച രീതിയിലുള്ള തീരുമാനം അല്ലെങ്കിൽ പ്രഖ്യാപനം കണ്ടില്ല. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യാനായിട്ടുണ്ടായിരുന്നു. പക്ഷെ മൊത്തത്തില് ഒരു ആർട്ട് ഓഫ് ദ പോസിബിൾ ആണല്ലോ ബഡ്ജറ്റ് മേക്കിംഗ്. നമ്മളിപ്പോ ഉത്തേജന പാക്കേജ് കണ്ടില്ല എന്ന് പറയുമ്പോൾ, സാമ്പത്തിക മേഖലയ്ക്ക് ഉത്തേജനം എന്ന് പറയുമ്പോൾ വളർച്ചാ നിരക്ക് കുറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ ഉത്തേജനത്തിന്റെ ആവശ്യമുണ്ട്. നമ്മുടെ വളർച്ചാ നിരക്ക് നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. 8.2% കുറവല്ലാത്ത വളർച്ചാ നിരക്കാണ്. ഈ വർഷം 7% എന്നുള്ള പ്രൊജക്ഷൻ മിക്കവാറും മീറ്റ് ചെയ്യാൻ സാധിക്കും. മറ്റുള്ള വലിയ രാജ്യങ്ങളുടെ വളർച്ചാ നിരക്ക്, ആഗോള ആവറേജ് വളർച്ചാ നിരക്ക് 3%-മേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ 6-7% സമ്പദ്ഘടന വളരുക എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ വളർച്ചാ നിരക്ക് അഭികാമ്യവുമല്ല. അപ്പൊ ഉത്തേജന പാക്കേജിന്റെ കാര്യത്തില് ഒരു പ്രശ്നമായിട്ട് എനിക്ക് ആ ചോദ്യം തന്നെ ഒരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ പ്രസക്തമായിട്ട് തോന്നുന്നില്ല. മറ്റ് ചില മേഖലകളിലൊക്കെ ഇതിൽ കുറച്ചുകൂടി ചെയ്തുകൂടായിരുന്നു. ഇപ്പോ എന്താണ്, ധനികരും പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം ധാരാളം ആൾക്കാർ ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പൊ ആ രീതിക്ക് എന്തൊക്കെ നടപടികൾ ഉണ്ടായി? അല്ലെങ്കിൽ തൊഴിലില്ലായ്മയ്ക്ക് വേണ്ടി കുറെ നടപടികൾ കൊണ്ടുവന്നിട്ടുണ്ട്, വിലക്കയറ്റം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൂടി ചെയ്യാമായിരുന്നില്ല എന്ന് ചോദിച്ചാൽ ചെയ്യാം, അതിലൊന്നും സംശയമൊന്നുമില്ല. പക്ഷെ ഉത്തേജന പാക്കേജ് എന്ന് പറയുമ്പോൾ ചോദ്യത്തിലൊരു എന്താണ് ഒരു പ്രശ്നം ഞാൻ അതിൽ കാണുന്നു. കാരണം ഓൾറെഡി നമ്മുടെ ഇക്കോണമി നല്ല ഗ്രോത്ത് ഉണ്ട്. അപ്പൊ ഇതിൽ കൂടുതൽ ഉത്തേജനത്തിന്റെ ആവശ്യമില്ല.